നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാമ്പിനെ എല്ലാവർക്കും പേടിയാണ്. ചിലർക്കാണെങ്കിൽ പാമ്പെന്ന് പറഞ്ഞാൽ മതി അപ്പം തന്നെ പേടിച്ച് വിറയ്ക്കുന്നവരുമുണ്ട്. പാമ്പുകളെ വീടുകളിൽ നിന്നും വീട്ടുമുറ്റത്തു നിന്നുമൊക്കെ പിടികൂടുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടായിട്ടുണ്ട്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും അതുപോലെ എലിയെയും തവളയെയും ഒക്കെ വീട്ടിൽ നിന്ന് തുരത്തുകയും ചെയ്താൽ ഒരു പരിധിവരെ പാമ്പിനെ വീട്ടിൽ നിന്ന് അകറ്റാനാകും. നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളാണ് അതിനൊരു കാരണം. ഭക്ഷണം, ആവാസ കേന്ദ്രം എന്നിവ തേടിയാണ് പലപ്പോഴും പാമ്പ് വീടുകളുടെ പരിസരത്ത് എത്തുന്നത്. എന്നാൽ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ചില സാധനങ്ങൾ പാമ്പിനെ നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് ആകർഷിക്കും. ഈ പാമ്പിനെ നമ്മുടെ വീടുകളിലേക്ക് ആകർഷിക്കുന്ന ചില മണങ്ങളുണ്ട്. അത് എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് അഴുകിയ ഭക്ഷണം. വീടിനകത്തോ പുറത്തോ കിടക്കുന്ന അഴുകിയ ഭക്ഷണാവശിഷ്ടങ്ങൾ എലികളെ ആകർഷിക്കും. എലികളാണല്ലോ പാമ്പുകളുടെ പ്രധാന ഭക്ഷണം. അതിനാൽ ഇത്തരം ദുർഗന്ധങ്ങൾ പാമ്പുകളെ പരോക്ഷമായി വീട്ടിലേക്ക് എത്തിക്കാൻ കാരണമാകും. അഴുകിയ ഭക്ഷണാവശിഷ്ടങ്ങൾ ഒന്നും വീടിന് സമീപം വലിച്ചെറിയുകയോ കൂന കൂട്ടിയിടുകയോ ചെയ്യാതിരിക്കുക. വീട്ടിൽ നിന്ന് അല്പം മാറി പറമ്പിൽ ചെറിയ കുഴിയെടുത്ത് ഭക്ഷണാവശിഷ്ടങ്ങൾ അവിടെ മൂടാം. മാലിന്യ കൂമ്പാരം വീടിനോട് ചേർന്നുള്ള മാലിന്യ കൂമ്പാരങ്ങൾ ശക്തമായ ദുർഗന്ധം പുറപ്പെടുവിക്കും. ഇത് കീടങ്ങളെയും എലികളെയും ആകർഷിക്കുകയും അവയെ തേടി പാമ്പുകൾ എത്തുന്നു. ശുചിത്വക്കുറവ് പാമ്പ് ഭീഷണി വർദ്ധിപ്പിക്കും. അടുത്തത് ഇറച്ചി, മീൻ എന്നിവയുടെ മണമാണ്. കോഴിയിറച്ചി, മീൻ തുടങ്ങിയവ വൃത്തിയാക്കുമ്പോൾ ഉണ്ടാകുന്ന മണങ്ങൾ പാമ്പുകൾക്ക് വളരെ ആകർഷകമാണ്. പ്രത്യേകിച്ച് വീടിന് സമീപം ഇവ കളയുമ്പോൾ പാമ്പ് എത്താനുള്ള സാധ്യത കൂടുതലാണ്. ചിലർ നമ്മൾ കണ്ടിട്ടുണ്ടാകും, ഇറച്ചിയും മീനുമൊക്കെ വെട്ടി വൃത്തിയാക്കിയ ശേഷം ഇതിൻ്റെ വെള്ളം, കഴുകിയ വെള്ളം, അതുപോലെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ വീടിൻ്റെ സമീപത്ത് നിന്ന് മാറി പറമ്പിലൊക്കെ കൊണ്ട് കളയുകയൊക്കെ ചെയ്യുന്നത്. കോഴി, ഇറച്ചി, മീൻ തുടങ്ങിയവ വാങ്ങുകയാണെങ്കിൽ അവ കഴുകിയ വെള്ളമോ അവശിഷ്ടമൊന്നും തന്നെ വീടിന് സമീപം കളയാതിരിക്കുക. അതുപോലെ ഉള്ള അടുത്താണ് ജൈവവളം. ചാണകവും ജൈവവളവും സാധാരണയായി, അതായത് എല്ലുപൊടി തുടങ്ങിയവ സാധാരണയായി കൃഷിയിടങ്ങളിലും വളപ്പിലും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇതിൻ്റെ മണം ചെറുജീവികളെയും തവളകളെയും ആകർഷിക്കും. ഇവയെ തേടിയാണ് പാമ്പുകളും എത്തുന്നത്. അടുത്തത് ഈർപ്പമുള്ള ഇടമാണ്. നിലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങൾ, ഈർപ്പമുള്ള മുറികൾ എന്നിവയിൽ നിന്നും വരുന്ന പ്രത്യേക മണം പാമ്പുകൾക്ക് ഇഷ്ടമാണ്. ഇത്തരം ഇടങ്ങൾ അവയ്ക്ക് ഒളിച്ചിരിക്കാൻ അനുയോജ്യവുമാണ്. വീടിന് ചുറ്റും വളരുന്ന കാട്ടുപുല്ലുകളും ഉണങ്ങിയ ഇലകളും പ്രത്യേക ഗന്ധം പുറപ്പെടുവിക്കും. ഇവ പാമ്പുകൾക്ക് സുരക്ഷിതമായ താമസ സ്ഥലം പോലെയാണ് തോന്നുക. അതിനാൽ ഇവ വെട്ടിയൊതുക്കി നിർത്താൻ ശ്രദ്ധിക്കുക. ഇനി പാമ്പുകൾ വീടിൻ്റെ പരിസരത്ത് വരാതിരിക്കാൻ വേറെയും ചില വഴികളുണ്ട്. ചില മരങ്ങളും ചെടികളും വീടിന് അടുത്തായി നട്ടുപിടിപ്പിച്ചാൽ മതി. ഇവയുടെ മണം കാരണം പാമ്പുകൾക്ക് ആ പ്രദേശത്തേക്ക് അടുക്കാൻ പറ്റില്ല. വീട്ടുമുറ്റത്ത് പാമ്പുകൾ വരാതിരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മിക്ക വീടുകളിലും കാണപ്പെടുന്ന വേപ്പ്. വേപ്പില പാമ്പുകളെ തുരത്തുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. വേപ്പിലയുടെ ഗന്ധം പാമ്പുകൾക്ക് അരോചകമാണ്. അതിനാൽ വീടിൻ്റെ മുന്നിലും മറ്റും വേപ്പ് മരം നടുന്നത് പാമ്പിൻ്റെ ശല്യം കുറയ്ക്കും. വീടിൻ്റെ വാതിലിനരികിലും ജനലിലും വേപ്പില വെക്കുന്നതും നല്ലതാണ്. പിന്നെ ആ ഭാഗത്തേക്ക് പാമ്പ് വരില്ല. അടുത്തത് ഇഞ്ചിപ്പുല്ല് നട്ടു വളർത്താം. ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.